29 സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവനെടുത്ത തീവ്രവാദം. മതമേതെന്ന് ചോദിച്ച് മനുഷ്യനെ കൊന്ന തീവ്രവാദം. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിലെ വലിയ ദുരന്തമോർത്ത് ലോക രാഷ്ട്രങ്ങൾ പോലും അപലപിക്കുകയാണ്. ഇന്ത്യൻ മണ്ണിൽ വീണ ചോരക്കറ ഇനിയും ഉണങ്ങിയിട്ടില്ല. പകരം ചോദിക്കാൻ പോയ ഇന്ത്യൻ സേനയിൽ ഒരാളുടെ ജീവൻ ഇന്ത്യൻ മണ്ണിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു. ഇപ്പോഴും തമ്മിൽ തല്ലുകയാണ് കോൺഗ്രസും BJP-ക്കാരും. കേരളത്തിൽ മാത്രമാണ് ഇതെന്ന് കരുതിയെങ്കിൽ തെറ്റി. കേന്ദ്രത്തിലും ഇത് തന്നെയാണ്. നാണമില്ലല്ലോ രാഷ്ട്രീയക്കാരെ. രാഷ്ട്രീയവും മതവും മാറ്റിവെച്ച് മനുഷ്യനാവുകയാണ് ആദ്യം വേണ്ടത്. മനുഷ്യത്വം ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യരൂപമുള്ളവന് എങ്ങനെയാണ് നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ കഴിയുക? കോൺഗ്രസും BJP-യും അവരവരുടെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വിന്യസിച്ച സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നും എത്ര ഭീകരാക്രമണങ്ങൾ നടന്നു എന്നും എത്ര ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടി കൊടുത്തു എന്നും എണ്ണിപ്പറഞ്ഞ് തങ്ങളുടെ രാഷ്ട്രീയ ബലം എന്താണെന്നുള്ള വാക്പോര് നടത്തുകയാണ്. ഈ പച്ചരക്തം മണക്കുന്ന മണ്ണിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ മൂല്യങ്ങൾക്കെതിരായ പാകിസ്ഥാന്റെ കടന്നാക്രമണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയം. തന്ത്രപ്രധാനമായ പഹൽഗാമിൽ നടന്ന ആക്രമണം തടയുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ഭീകരാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച പ്രവർത്തക സമിതി വിഷയം BJP ധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി. പഹൽഗാമിൽ നടന്ന ആസൂത്രിതമായ ആക്രമണമാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ആക്രമണത്തിന്റെ ആസൂത്രണം നടന്നത്. ഇന്ത്യയുടെ മൂല്യങ്ങൾക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായാണ് സംഭവത്തെ കാണുന്നത്. ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം രാജ്യത്ത് വർഗീയത പടർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രകോപനമുണ്ടാക്കുക എന്നതാണ് ഭീകരാക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിൽ ആരും വീഴരുത് എന്നും പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനം അമർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സ്വീകരിച്ച നടപടികളും പ്രവർത്തക സമിതി ചൂണ്ടിക്കാട്ടി. അതേസമയം പഹൽഗാം ഭീകരാക്രമണം BJP രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണ് എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. രാജ്യം കൂടുതൽ ഐക്യത്തോടെ നിലകൊള്ളേണ്ട സമയമാണിത്. എന്നാൽ ഇത്തരമൊരു നിർണായക സമയത്ത് BJP ഭിന്നത, അവിശ്വാസ ധ്രുവീകരണം, വിഭജനം എന്നിവ ശക്തമാക്കാൻ ഉതകുന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ BJP നടത്തുന്ന പ്രചരണങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നും കോൺഗ്രസ് ആരോപിച്ചു. പഹൽഗാം ആക്രമണം പ്രതിരോധിക്കുന്നതിൽ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും പ്രതികരിച്ചു. സുരക്ഷാ വീഴ്ച, ഇന്റലിജൻസ് പരാജയം എന്നിവയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് ആക്രമണം അരങ്ങേറിയ പഹൽഗാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ സ്ഥലത്ത് ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ ഭീകരവാദികൾ കടന്നുകയറി ആക്രമണം നടത്താൻ കഴിഞ്ഞത് ഗുരുതരമായ വിഷയമാണ്. ഇതിന് പിന്നിലെ ഇന്റലിജൻസ് പരാജയത്തെക്കുറിച്ചും സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി ചൂണ്ടിക്കാട്ടി. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് രാജ്യവ്യാപകമായി കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്നും പ്രവർത്തക സമിതി അറിയിച്ചു. ഏപ്രിൽ 25-ന് മെഴുകുതിരി തെളിയിച്ചുകൊണ്ടായിരിക്കും മാർച്ചുകളെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇവിടെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് മാർച്ചുകൾ നടത്തട്ടെ. അങ്ങ് പഹൽഗാമിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടി വീരമൃത്യു വരിക്കുന്ന സൈനികരെ സ്മരിക്കാനാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണ ജനങ്ങൾക്ക് താല്പര്യം. നിങ്ങൾ തമ്മിൽ തല്ലും.